ഒരു മുറുക്ക് വെള്ളം കിട്ടുമോ? ഒരാളും കരുണയുടെ വാതിൽ തുറന്നില്ല, ഒരാളും വെള്ളം കൊടുത്തില്ല. സ്വഹാബിക്ക് മനസ്സിൽ വല്ലാത്ത വിഷമമാണ്. എന്റെ നേതാവ് വെള്ളം ചോദിച്ചിട്ടുണ്ട്, ഞാനെങ്ങനെ മുത്തുനബി തങ്ങളുടെ മുമ്പിലേക്ക് പോകാനാണ്. പക്ഷേ മുത്തുനബി തങ്ങളുടെ മുമ്പിലേക്ക് പോയി, നബിയേ, ത്വായിഫിന്റെ മണ്ണിൽ മുത്തുനബി തങ്ങൾക്ക് ഒരാളും ഒരു മുറുക്ക് വെള്ളം തന്നില്ല നബിയേ. ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? മുത്തുനബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ വിഷമിക്കണ്ട, അതിൽ പരിഭവം വേണ്ട, അതിൽ ടെൻഷൻ വേണ്ട. വിവരമില്ലാത്തവരാണ്. മുത്തുനബി തങ്ങൾ ഒന്ന് രണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചാൽ ഉഹദ് പർവ്വതം പോലും സ്വർണമായി മുത്തുനബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താമെന്ന് ജിബ്രീൽ പറഞ്ഞ മുത്തുനബിയാണ്. ആ നബി തങ്ങൾ പഠിപ്പിച്ചത്, ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഇവിടെ ഞങ്ങളെ കൊണ്ട് ഒരാള് നന്നായാൽ, ഈ ദാറുൽ ഹിക്മ കൊണ്ട് നാട്ടിൽ ഒരാൾക്ക് ഒരു നന്മ കിട്ടിയാൽ, ഒരാള് ദുസ്വഭാവത്തിൽ നിന്ന് മാറിയാൽ, ഒരാള് ഒരു സുന്നത്ത് ചെയ്താൽ, ഒരാള് ഒരു നിസ്കാരം നിസ്കരിച്ചാൽ, ഇതിന്റെ സംഘാടകരെ, ഇതിനെ സഹായിക്കുന്നവരെ, ഈ മജ്‌ലിസിലേക്ക് സംഭാവന നൽകിയവരെ, എന്റെ ശബ്ദം കേട്ട് ഒരാള് ഒരു സുന്നത്ത് ചെയ്താൽ, അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ലോകം മുഴുവനും കീഴടക്കുന്നതിനേക്കാൾ, ഈ ലോകത്തിന്റെ ഭരണാധികാരിയാകുന്നതിനേക്കാൾ നിനക്ക് റബ്ബിന്റെ അടുത്തുള്ള സ്ഥാനം ഒരാള് നന്മയിലേക്ക് വരലാണ്. അതിനാണ് ഇവിടെ പരിപാടി സംഘടിപ്പിക്കുന്നത്. വാളുകൾ കേൾക്കുമ്പോ, ഉപദേശങ്ങൾ കേൾക്കുമ്പോ ഈമാനുള്ളവന്റെ ഖൽബ് മാറുമെന്നല്ലേ. അബ്ദുല്ലാഹി ഇബ്നു ഹദ്ദാഫ എന്ന് പറയുന്ന സ്വഹാബി, വലിയ സ്വഹാബിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഷാമിലേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു സൈന്യത്തെ അയക്കുകയാണ്. ആ സൈന്യം റോമിലേക്ക് യുദ്ധത്തിന് പോയി. അവിടെ അതാ ശത്രുക്കളോട്, കൈസർ ഭരണാധികാരിയോട് യുദ്ധം ചെയ്യുന്നു. മുസ്ലിം പാളയത്തിലെ പലരെയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുകയാണ്. ആ കൂട്ടത്തിൽ ഒരു സ്വഹാബിയുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു ഹദ്ദാഫ. ഈ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഹദ്ദാഫ എന്ന് പറയുന്ന സ്വഹാബി ആ കൂട്ടത്തിലുണ്ട്. കൈസർ എന്ന ഭരണാധികാരി മുസ്ലിം പാളയത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട മുസ്ലിമീങ്ങളെ വിളിക്കുന്നു. നിങ്ങളെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഞാൻ നീട്ടിവെക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇസ്ലാം മതത്തിൽ നിന്ന് പിന്മാറാം, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ മരണമല്ലാതെ മറ്റൊരു വഴിയില്ല. ഞങ്ങളെ മുമ്പിൽ ഒരാൾ ഊരിപ്പിടിച്ച വാളുമായി നിന്റെ തല ഇപ്പ എടുക്കും, രക്ഷിക്കാൻ ഒരാളുമില്ല എന്ന് പറഞ്ഞപ്പോ പലരുടെയും ഈമാൻ തെറ്റിപ്പോകില്ലേ, അല്ലാഹ് കാക്കട്ടെ. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നുൽ ഹദ്ദാഫ തങ്ങൾ പറഞ്ഞു, ഇല്ലടാ, എനിക്ക് നിന്റെ മരണം പേടിയില്ല, ഞാൻ നസ്രാനിയാകില്ല, ഞാൻ മതം വിടില്ല, ഐ വിൽ സെലക്ട് ഡേ, ഞാൻ മരണത്തെ സെലക്ട് ചെയ്യുന്നു, എനിക്കതിലൊരു പേടിയുമില്ല എന്ന് ഭരണാധികാരിയാകുന്ന കൈസറിന്റെ മുഖത്തേക്ക് നോക്കി ധൈര്യത്തോടുകൂടെ പറയാനുള്ള ഈമാൻ, അത് മദീനയുടെ ഈമാനാണ്. കൈസർ ഭരണാധികാരി എവിടെന്ന് പറയുന്നു, നിങ്ങൾ വലിയ ഒരു തളിക പാത്രം കൊണ്ടുവരണം. ആ പാത്രം ആദ്യം പറയുന്നു, നിങ്ങൾ ഇയാളെ കൈക്കാളുകളെ ബന്ധിപ്പിച്ച് അയാൾക്ക് അമ്പെറിഞ്ഞുകൊണ്ട് നിങ്ങൾ അയാളെ കൊല്ലണമെന്ന് പറയുന്നു. അവിടെയും എനിക്കൊരു പേടിയില്ല, നിങ്ങൾക്ക് എന്തും ചെയ്യാം. അപ്പോ അതാ ധൈര്യം കണ്ടപ്പോ ഭടന്മാരോട് പറയുന്നു, നിങ്ങൾ വലിയ ഒരു പാത്രം തളിക കൊണ്ടുവന്ന് അതിലേക്ക് നല്ല ചൂട് വിറകുകളെ കത്തിച്ച് സൈത്തണ്ണ
ഒഴിച്ച് നല്ല തിളപ്പിക്കണേ, അതിലേക്ക് ഇവരെ ഞങ്ങൾ ഇട്ടുകളയാം. ആദ്യം അതാ 2 ആളുകൾ അറസ്റ്റാക്കപ്പെട്ട ആളുകളെ കൊണ്ടുവരുന്നു. ഒരാളെ ആ പാത്രത്തിലേക്ക് ഇടുന്നു. ശരീരം വെന്തുരുകുന്നു, മാംസവും എല്ലുകളും വേറെ വേറെയാകുന്നു. തിളക്കുന്ന വെള്ളത്തിലേക്ക് ശരീരം വീണാലുള്ള അവസ്ഥ നിങ്ങൾക്കറിയുമല്ലോ. എല്ലുകളും ശരീരത്തിന്റെ മാംസങ്ങളും വേർപിരിയുന്നു. ഇത് ഹദ്ദാഫ് തങ്ങളെ കാണിക്കാൻ ആദ്യം ഒരാളെ പാത്രത്തിലിടുന്നു. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, ഇനി അടുത്തത് അബ്ദുല്ലാഹി ഇബ്നു ഹദ്ദാഫയാണ്. ഈ രംഗം കണ്ടു നിൽക്കുന്നു നൂറുകണക്കിന് ആളുകൾ. അബ്ദുല്ലാഹി ഇബ്നു ഹദ്ദാഫ വഅൈനാഹു തദ്മുആൻ, കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി വരുന്നു. ഇത് കണ്ടപ്പോ കൈസർ ഭരണാധികാരി വിചാരിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ഹദ്ദാഫ പേടിച്ചു പോയല്ലേ, നീ ദീന് മാറുമല്ലോ, അവരെയും എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ, അവരെ പാത്രത്തിലിട്ട് ശിക്ഷിക്കേണ്ടതില്ല, പേടിച്ചു പോയല്ലോ. അബ്ദുല്ലാഹി ഇബ്നു ഹദ്ദാഫ എവിടെന്ന് പറയുന്നു, ധിക്കാരിയായ കൈസറേ, വല്ലാഹി മാ അബ്കാനി, വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം, ഞാൻ കരയാൻ കാരണം നിന്റെ ചുട്ടുപൊള്ളുന്നതായ തലകയിലിട്ട് എന്നെ നീ കരിച്ചു കളയുമെന്നല്ല, പോയി. എന്റെ ശരീരത്തിൽ എത്ര രോമത്തുള്ളികളുണ്ട്, എന്റെ ശരീരത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത രോമങ്ങളില്ലേ, ശരീരമാസകലം വ്യാപിച്ചു നിൽക്കുന്ന ശരീരത്തിന്റെ രോമങ്ങൾ ലക്ഷങ്ങളില്ലേ, അത്രയും ശരീരം എനിക്കുണ്ടായാൽ ആ ശരീരം മുഴുവനും ഈ തളികയിലിട്ട് കരിഞ്ഞു ചാമ്പലാകാൻ ഞാൻ ആഗ്രഹിച്ചു കരഞ്ഞു പോയതാണ്. അല്ലാതെ നിന്റെ തിളക്കുന്ന സൈത്തണ്ണയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പേടിച്ച് പിന്മാറാനുള്ള വഴി കാണിച്ചതല്ല. മരണത്തിന് എനിക്കൊരു പേടിയുമില്ല കൈസറേ. ഈ അത്ഭുതകരമായ ധൈര്യം കണ്ടപ്പോ കൈസർ ഭരണാധികാരി അബ്ദുല്ലാഹി ഇബ്നു ഹദ്ദാഫ തങ്ങളെയും കൂടെയുള്ള മുഴുവൻ അറസ്റ്റ് ചെയ്യപ്പെട്ട ബന്ദികളെയും മോചിപ്പിക്കുന്നു. മദീന മുറവറയിലേക്ക് തിരിച്ചു വരുന്നു. ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് വിവരം പറയുന്നു. ഉമർ തങ്ങൾ സന്തോഷിക്കുന്നു. അവിടെ നിന്ന് ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഹഖ്കുൻ അലാ കുല്ലി മുസ്ലിമിൻ അൻ യുഖബ്ബില റഅസി അബ്ദില്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു ഹദ്ദാഫ തങ്ങളുടെ തലയിലേക്ക് ചുംബനം കൊടുക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ഞാൻ ആദ്യമായി ഒരു ചുംബനം കൊടുക്കട്ടെ. കാരണം ആ ഇഖ്ലാസ്, ആ ഈമാന്, ആ തഖ്വ മുത്തുനബി തങ്ങളുടെ തഖ്വയാണ്. ശത്രുവിന്റെ മുന്നിൽ മരണത്തിന് കീഴടങ്ങുമെന്ന് പേടിച്ച് അവിടുന്ന് അവന്റെ മുമ്പിൽ മുട്ടുമടക്കിയില്ല. എന്തൊരു ഈമാനാണ്! ആ മദീനയുടെ ഈമാനിലേക്കാണ് നമ്മുടെ തഖ്വ മടങ്ങേണ്ടത്, നമ്മുടെ ഈമാന് മടങ്ങേണ്ടത്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, നാം ഒരിക്കലും ഇസ്ലാമിൽ നിന്ന് വ്യതിചരിച്ചു പോകുന്ന ഒരു പ്രവർത്തനങ്ങളും ഞങ്ങളിൽ നിന്ന് വന്നുകൂടാ. ഞങ്ങളെ ഇസ്ലാം അനുസരിക്കുന്നവരാക്കണേ അല്ലാഹ്, ദീൻ അനുസരിക്കുന്നവരാക്കണേ അല്ലാഹ്. അലിമീങ്ങൾ പറഞ്ഞതുപോലെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാക്കണേ അല്ലാഹ്.